മാവേലിക്കര തഴക്കര സ്വദേശിയായ രാജമ്മ 60കളിൽ മലയാള ചലച്ചിത്ര രംഗത്ത് സജീവമായിരുന്നു. പിന്നീട് KR രാജം എന്ന പേരിൽ 1.5 പതിറ്റാണ്ടിലേറെ നാടകവേദിയിലും നിറസാന്നിധ്യമായിരുന്നു രാജമ്മ. 18-ാം വയസ്സിലായിരുന്നു സിനിമയിൽ ആദ്യ അവസരം. കുഞ്ചാക്കോ നിർമ്മിച്ച ശകുന്തളയിൽ നായികയായ KR വിജയുടെ കൂട്ടുകാരിയുടെ റോളിലായിരുന്നു രാജമ്മയുടെ സിനിമാഭിനയത്തിന്റെ തുടർന്ന് ഉദയയുടെ ഒരുപിടി ചിത്രങ്ങളിൽ രാജമ്മ വേഷമിട്ടു. പ്രമുഖരുടെ ഒപ്പം വെള്ളിത്തിരയിലും വേദികളിലും നിറഞ്ഞാടിയ രാജമ്മ ആ സുവർണ്ണ നാളുകൾ ഇന്നും ഓർക്കുന്നു. അന്ന് കുഞ്ചാക്കോ മലയാളിയുടെ പടത്തിനകത്തിൽ ശകുന്തള, ജയില്, ലോറ നീയവിടെ, പഞ്ചവങ്കാട്, തിലോത്തമ, ഇത്രയും പടങ്ങൾ മുതലാളിയുടേതുണ്ട്. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു, അതെനിക്ക് ഓർമ്മ വരുന്നില്ല. 6 പടത്തിനകത്ത് കുഞ്ചാക്കോ മുതലാളി എന്നെ വിളിച്ചതാണ്. പിന്നീട് 2 പടം 7 രാത്രി അന്വേഷിച്ച് കണ്ടെത്തിയില്ല. അത്രയും പടങ്ങളേ ഉള്ളൂ. 1981-ൽ രാമരാജ്യം എന്ന നാടകത്തിലായിരുന്നു രാജമ്മ ഒടുവിൽ അഭിനയിച്ചത്. KPSC സുലോചന, MG സോമൻ തുടങ്ങിയ പ്രമുഖർ രാമരാജ്യത്തിൽ വേഷമിട്ടിരുന്നു. ഞാൻ പ്രധാനപ്പെട്ട ട്രൂപ്പ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിലെ കേരള സ്റ്റേറ്റേഴ്സ്, ആലപ്പി തിയേറ്റേഴ്സ്, കൊല്ലം കെക്കാസ്, കൊല്ലം സ്ഥിരം നാടകവേദി, അതായത് ഈ കലാനിലയത്തിൻ്റെ കൂട്ട്, അത് കഴിഞ്ഞിട്ട് കായംകുളം പീപ്പിൾ തിയേറ്റേഴ്സ്, KPSCയിൽ 1 കൊല്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ട്രൂപ്പുകളിലെല്ലാം നായിക വേഷം തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. തുടർന്ന് ബിസിനസ്സുകാരനായ പരമേശ്വരൻ പിള്ളയെ വിവാഹം കഴിച്ച് കുടുംബജീവിതത്തിലേക്ക് കടന്ന രാജമ്മ നാടകവേദികളോട് വിട പറഞ്ഞു. ഭർത്താവിന്റെ മരണത്തോടെയാണ് രാജമ്മയുടെ ജീവിതം ഇരുളടഞ്ഞത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾക്കൊപ്പം ഏകാന്തതയും സാമ്പത്തിക പ്രതിസന്ധിയും രാജമ്മയെ വീർപ്പുമുട്ടിക്കുകയാണ്. മന്ത്രിമാർക്കുൾപ്പെടെ നിരവധി നിവേദനങ്ങൾ നൽകിയിട്ടും ഫലമൊന്നും ഉണ്ടായില്ലെന്നും ഇവർ പറയുന്നു. ഞാൻ പങ്കജവല്ലി, KPSC സുലോചന, MG സോമന്, നസീർ, തിലകന്, വീരരാഘവൻ നായർ, മാവേലിക്കര പൊന്നമ്മ, ഇവർ പങ്കജവല്ലി, അടൂർ പങ്കജം, അടൂർ ഭവാനി, ഞങ്ങളൊക്കെയാണ്. അവരൊക്കെ മോശപ്പെട്ട ആർട്ടിസ്റ്റുകളായിരുന്നു. അവരുടെയൊക്കെ കൂടാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. ഇനിയും അവസരങ്ങൾ ലഭിച്ചാൽ മുഖത്ത് ചായമിടുവാൻ ഒരുക്കമാണ് ഈ കലാകാരി. കാരണം അഭിനയം ഇവർക്ക് കലാപ്രവർത്തനത്തിനുപരി ഏക ജീവിതമാർഗം കൂടിയാണ്. എനിക്ക് ജീവിക്കുക, എനിക്ക് സമ്പാദിക്കണ്ട. എനിക്ക് മക്കളും ഭർത്താവും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് സമ്പാദിക്കണ്ട. ഞാൻ സമ്പാദിച്ച് ഇനി ആർക്കും 1 രൂപ കൊടുക്കത്തുമില്ല. ക്യാമറമാൻ അഭിലാഷ് ചിറക്കടവനോടൊപ്പം മാവേലിക്കരയിൽ നിന്നും ജോസി ബാബു, മാതൃഭൂമി ന്യൂസ്.